ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. നമുക്ക് സ്റ്റോറി ആയിട്ട് പോവാം. ജങ്കുക്ക് പറയായിരുന്നു ഹോബി കൂടെയാണ് മാരേജ് ആയത്. അപ്പോൾ ഹീറോ പറയുന്നത് ജങ്ക് മാമ ഉറങ്ങാമ. അത് കേൾക്കും ജങ്കുക്ക് ടെൻഷനായി. എന്താ ഉറങ്ങുന്നതാ? പിന്നെ എന്താക്കണം മാമ പാട്ട് പാടുന്നതാ? ജങ്കൊക്കെ ടെൻഷനാവാൻ തുടങ്ങി. ആ മാമ അത് ലൈറ്റ് ബന്ധാക്കുക എന്ന് പറഞ്ഞു. ശരി മാമ ലൈറ്റ് ബന്ധാക്കാം. ഹീറോ ലൈറ്റ് ബന്ധാക്കി. അപ്പോൾ ഹീറോ കുറച്ച് ഉറങ്ങാൻ ജങ്കൊക്ക് ശരി ഇവളെ വെച്ചാൽ ശരിയാവില്ല, ഞാൻ ട്രൈ ചെയ്യണം അത്ര. അങ്ങനെ ജങ്കൊക്ക് വന്ന ഹീറോയിൻ ഫോഴ്സ് കിസ് ചെയ്യാൻ തുടങ്ങി. എന്താ ഇത്? നൈറ്റായിരുന്നു, നൈറ്റ് ഡാർക്ക്. അങ്ങനെ കിസ് ചെയ്യാൻ തുടങ്ങി ജങ്കൊക്ക്. കുറുമ്പ് കടന്നു ജങ്കൊക്ക് ഹീറോയ്ക്ക്. മാമ ഇക്ലിയോ മാമ വിട് വിട് മാമ ഹീറോയിൻ പറയായിരുന്നു മാമളെ വിട് മാമ എന്ത് ചെയ്യണ്ടെന്ന്. ജങ്കൊക്ക് പറയാൻ തുടങ്ങി. വായി മുടന്നില്ല നീ ഒന്ന് ശരി മാമ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നല്ല നടന്നു. അങ്ങനെ ഹോബിക്കും ഹീറോയിനും ചേച്ചിക്കും എല്ലാം നടക്കായിരുന്നു. അങ്ങനെ കുറേ ഡേയ്സ് പോകാൻ തുടങ്ങി. ഓൾറെഡി ഹോബിയുടെ വൈഫ് പ്രഗ്നൻ്റാണ്, അതുകൊണ്ട് വേഗം മാരേജ് ചെയ്യിച്ചതാണ്. അങ്ങനെ ഇങ്ങനെ ഇത് വെയിറ്റ് ചെയ്ത് ശരിയാലാന്ന് എന്നിട്ട് ശരി ഓക്കെ ഓൾറെഡി ഇവർക്ക് രണ്ടുപേരും മാരേജ് ചെയ്ത് അത് പറഞ്ഞാൽ വേഗം മാരേജ് ചെയ്യിച്ചത്. അങ്ങനെ ജങ്കുക്കിനെ കൂടെയാണ് മാരേജ് ചെയ്യിക്കുക എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ജങ്കുക്ക് പറയായിരുന്നു അർജുൻ ജങ്കുക്ക് ന്യൂസ് കേട്ടായിരുന്നു. അർജുൻ പോയിട്ട് ഹീറോയിനോട് പുറകെ നടക്കുന്ന ബിസിനെല്ലാം ജങ്കുക്ക് കേട്ടു. ജങ്കുക്ക് പറയാൻ തുടങ്ങി ഞാനും മാരേജ് ചെയ്യിക്കാൻ പോവാന്ന്. എന്നെ വീട്ടിലേക്കാരോട് പറഞ്ഞു. എന്താടാ നീ ടെൻഷനാവാ? അപ്പോൾ എനിക്കല്ലേ അവൾ പറഞ്ഞത് ഇപ്പോൾ അർജുന് അവളെ പുറകെ നടക്കാന്ന് ജങ്കുക്ക് മറിച്ച് പറയാൻ തുടങ്ങി അച്ഛനമ്മ. ശരിടാ ടെൻഷൻ ആവണ്ട, അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് ചെയ്യിപ്പിക്കാം, അവൾ പഠിക്കുന്നു സാറില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് മാരേജ് ചെയ്തത്. ഇവൾ വിട്ടാൽ ശരിയാവില്ല, ഇല്ല അർജുന് ഞാൻ മാരേജ് കഴിക്കുന്ന മുമ്പ് അവനെ എടുത്തുകൊണ്ട് പോയി എന്താ ചെയ്യാൻ. ജങ്കുക്ക് അങ്ങനെ ഹീറോയിനും മാരേജ്, അങ്ങനെ രണ്ടുപേർക്കും മാരേജ് ആയി. അപ്പോൾ ജങ്കുക്ക് പറയാം അമ്മ എന്താടാ. അങ്ങനെ രാവിലെ അപ്പോൾ ജങ്കുക്ക് പറയാം അമ്മ ഞാൻ കൊറിയക്ക് പോകാൻ പോവാന്ന്. ജങ്കുക്ക് അമ്മയ്ക്ക് ഷോക്കായിരുന്നു. എന്താടാ നീ കൊറിയക്ക് പോകാൻ പറയാം? അതെ അമ്മ എനിക്ക് കുറച്ച് ജോലി ഉണ്ടമ്മ എന്ന് പറഞ്ഞു ജങ്കുക്ക്. ശരിടാ നീ പോകുന്നത് ശരിയാണ് അപ്പോൾ എന്ന് പറഞ്ഞു. ജങ്കുക്ക് പറയാൻ തുടങ്ങി അമ്മ വന്ന് ശരിടാ ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ജങ്കുക്കും അമ്മ അച്ഛനും കൂടെ ജങ്കുക്കും വിളിച്ചോണ്ട് പോയി. അങ്ങനെ കൊറിയക്ക് പോയിട്ടെത്തി. അവരുടെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ ജങ്കുക്ക് പാട്ട് അങ്ങനെ ജങ്കുക്കിൻ്റെ പാട്ട് അങ്ങനെയായിട്ട് എല്ലാവരും കോസ്റ്റ്യൂം പോയിനി. എല്ലാവരും മിസ്സെല്ലാം ഇങ്ങനെ ജങ്കുക്ക് പാട്ട് ഡാൻസെല്ലാം കളിക്കാമായിരുന്നു. ഹീറോയിൻ ബൊത്തൂന്ന് മയങ്ങി വീണു. ടി വി നോക്കിയോണ്ടായിരുന്നു. ബൊത്തൂന്ന് മയങ്ങി വീണു. ജങ്കുക്ക് അമ്മത്ത് എന്ത് പറ്റിയ ഒരാൾ ടി വിയിൽ നിന്ന് നോക്കിയായിരുന്നു അച്ഛനമ്മയും. എന്ത് പറ്റിയ? മയങ്ങി വീണു. അതുകൊണ്ട് അയ്യോ ഇവിടെ നിന്ന് ശരിയാവില്ല ഡ്രൈവറിനെ വിളിച്ച്. അവിടെ ഒരു ഗേൾ ഉണ്ടായിരുന്നു. ആ ഗേളാണ് ഹീറോയിനെ സെക്യൂരിറ്റിമാർ ഹീറോയിനെ വിളിക്കുമ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്നത്. ആ ഗേൾ രണ്ട് ഗേൾസ് ഉണ്ടായി. അങ്ങനെ കാറിലിട്ട് ഡ്രൈവിംഗ് ചെയ്യണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ ഞങ്ങൾക്ക് അമ്മ അച്ഛനും വന്ന് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ വന്നത് ഞങ്ങൾക്ക് ആ ന്യൂസ് കേട്ട് അങ്ങനെ ഓടി വന്ന് നോക്കുമ്പോൾ ഡോക്ടർ വന്ന് പുറത്തായിരുന്നു. ഞങ്ങൾക്ക് ഓടി വന്ന് കറക്റ്റായി ഡോക്ടർ എൻ്റെ വൈഫ് എന്ത് കേട്ട് കൺഗ്രാറ്റ്സ് ജങ്കുക്ക് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഹാപ്പി ആയിരുന്നു. അതായിട്ട് എല്ലാം ഹാപ്പി ആയിട്ട് നിങ്ങളുടെ വൈഫ് എന്നിട്ട് ഞങ്ങൾക്ക് അമ്മ അച്ഛനക്ക് ഷോക്കായിരുന്നു. എല്ലാവരും നിങ്ങളുടെ ഹാപ്പി എൻഡിങ് സ്റ്റോറി.